ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പുട്ടും ഏത്തപ്പഴവും ഒന്നിച്ച് നമുക്ക് പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാം. ഇന്ധന ലാഭം, സമയ ലാഭം. നമുക്ക് ഒരു കുറ്റി പുട്ടല്ല, നമുക്ക് കൂടുതൽ പുട്ട് പുഴുങ്ങാൻ എടുക്കാം. അതെങ്ങനെയൊന്ന് കാണിച്ചു തരാം. ആദ്യം ഏത്തപ്പഴം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തേക്ക് ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് അല്പം തേങ്ങ ഇട്ട് കേട്ടോ. പിന്നെ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ സാധാ രീതിയിൽ നനച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ഗ്ലാസ്സിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കമത്തി ഇടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ അല്പം തേങ്ങയുടെ എൻ്റെ മുകളിലോട്ട് വയ്ക്കാം. ഇത് അടിഭാഗത്ത് പോകുന്നതാണ് ഈ തേങ്ങയൊക്കെ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. ഇതേ ചെറുതായിട്ടൊരു നെയ്മയം തൂത്തിട്ടുണ്ട്. തൂത്തില്ലേലും ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ഈ നിറച്ച ഗ്ലാസ് ഇങ്ങോട്ട് കമത്തുക. കണ്ട, ഇങ്ങനെ എല്ലാം നിറയ്ക്കാം. എന്നിട്ട് അടുത്തതൂടെ വെക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ മുകളിൽ ഒരു തട്ടുകൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് വെച്ചാൽ പറ്റത്തില്ല, ഈ അടയ്ക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചാൽ മതി. ഇനി ആവി വന്ന് ഇതെല്ലാം വെന്ത് കിട്ടും. നമുക്ക് സമയം ലാഭം, ഇന്ധന ലാഭം, എല്ലാം നമുക്ക് ലാഭം. ഇത്രയും നേരം കൊണ്ട് ഇത്രയും കുറ്റി പുട്ട് നമുക്ക് ആയി കിട്ടും. പിന്നെ വലിയ ഗ്ലാസ് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കമത്തി ഇടുമ്പം മറിഞ്ഞു പോകും. അപ്പോൾ ഏകദേശം ഈ വലിപ്പം മതി കേട്ടോ. അപ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ നമുക്കിപ്പോൾ ഏത്തപ്പഴവും പുഴുങ്ങാം, പുട്ടുമായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ഇടുവാണെങ്കിൽ ചിലപ്പോൾ അത് മറിച്ചിടുമ്പം പൊടിഞ്ഞു. അതുകൊണ്ട് അടി മാത്രം ഇട്ടാൽ മതി. പിന്നെ വേണേൽ മുകളിലും ഇടാം. മുകളിലിട്ടാലും പ്രശ്നം വരുന്നില്ല, കാരണം അത് അടിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ. നമുക്ക് ഗ്യാസും ലാഭിക്കാം, സമയവും എല്ലാം കൊണ്ടും പ്രയോജനം. പാത്രം ഒത്തിരി കഴുകാൻ പോകണ്ട. പുട്ടുകുറ്റി അത് ഓരോ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് ഒന്നിച്ചായി കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.